നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് മകയിരം, ചിത്തിര, അവിട്ടം ഈ 3 നക്ഷത്രങ്ങളുടെ ഈ വർഷത്തെ പൊതുഫലങ്ങളാണ്. മകയിരവും ചിത്തിര, അവിട്ടം ഈ 3 നക്ഷത്രങ്ങളും ചൊവ്വാദശയിലാണ് ജനിക്കുന്നത്. ചൊവ്വ അഥവാ കുജൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ചൊവ്വാദശ ജനിക്കുന്നവരായതുകൊണ്ട് അതിന് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗ്രഹമാണ്. അതോടൊപ്പം തന്നെ നീചസ്ഥാനങ്ങളും വരുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചൊവ്വാദശ ജനിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രങ്ങളായ അവസ്ഥകളായിരിക്കും. ജന്മദശ അവരുടെ ചൊവ്വാദശയാണ്, അഥവാ കുജൻ എന്ന് പറയും. അപ്പോൾ അതിന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഗ്രഹമാണ്. ചില സമയത്ത് അതിന് ഒരു പാപഗ്രഹങ്ങളായിട്ടും ചില സമയത്ത് അത് മാറാറുണ്ട്. ചൊവ്വ നല്ലതെന്ന് പൂർണ്ണമായും തീർത്ത് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു പരിധി വരെ നല്ലതെന്ന് പറയാൻ, അതിലുപരി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു നീചസ്ഥാനത്ത് മിക്ക സമയങ്ങളിലും നമുക്ക് മറ്റുള്ള ഗ്രഹങ്ങളോട് കൂടിയിട്ട് പാപദോഷം നമുക്ക് വരുന്നതായിട്ട് കാണാറുണ്ട്. ചില ശുഭഗ്രഹങ്ങളോട് കൂടിയിട്ട് ഈ പാപഗ്രഹങ്ങൾ കൂടിയിട്ട് ഈ ചൊവ്വ അല്ലെങ്കിൽ ശനി അല്ലെ കേതു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നമുക്ക് നീചസ്ഥാനങ്ങൾ നമുക്ക് ശുഭഗ്രഹങ്ങളോട് കൂടിയിട്ടാകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം നമുക്ക് ദോഷഫലങ്ങളായിട്ടാണ് പ്രത്യക്ഷത നമുക്ക് അനുഭവയോഗ്യമാവുന്നത്. അപ്പോൾ ഈ വർഷം അവർക്ക് പൊതുവെ ദോഷ സമ്മിശ്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗുണദോഷ സമ്മിശ്രം തന്നെ ആയിരിക്കും, പക്ഷേ അതിലുപരി എന്നാൽ ഗുണങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നതായിട്ട് കാണുന്നത്. ജോലിയിൽ ഉയർന്ന തസ്തികയിലേക്ക് പ്രവേശിക്കും നിങ്ങൾ ഈ വർഷം. ഈ മകയിരം, ചിത്തിര, അവിട്ട നക്ഷത്രക്കാർ ഒരു ശുഭപ്രതീക്ഷ, ജോലി കാംക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു ശുഭപ്രതീക്ഷാ കാലമാണിത്. ഇൻ്റർവ്യൂ, പരീക്ഷ ഇതൊക്കെ എഴുതിയിട്ട് അതിനുവേണ്ടി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും ഒരു ശുഭകാല അനുഗ്രഹമുള്ള സമയമാണ് ഈ 2026 എന്ന വർഷം നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ PSCയുടെ ടെസ്റ്റുകൾ, നീറ്റ് പരീക്ഷകൾ ഇതിനൊക്കെയും വെയിറ്റ് ചെയ്യുന്നവർ അവർക്കും ഒരു ശുഭമായ ഒരു കാലം കണ്ടുവരുന്നുണ്ട്. നല്ലൊരു അനുഭവയോഗ്യമായ ഗുണങ്ങൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർവ്യൂകൾ, പരീക്ഷകൾ ഇതിനൊക്കെ നിങ്ങൾ വളരെ ഈശ്വര ഭജനത്തോടു കൂടി വേണം തയ്യാറെടുക്കാൻ. പല തടസ്സങ്ങളും ആരംഭ ദശയിൽ നിങ്ങൾക്കുണ്ടാകാം. അപ്പോൾ അതിന് ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് ഒരു വളരെ ഈശ്വര ഭജനത്തോടു കൂടി വേണം. ചൊവ്വയുടെ കുജൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് വേണം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പൂജയോ പരിഹാരങ്ങളോ ചെയ്തിട്ട് നിങ്ങൾ ഈ പരീക്ഷയെ, ഇൻ്റർവ്യൂവിനൊക്കെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ മറ്റൊന്ന് പറയാനായിട്ട്, പുതിയ ഗ്രഹത്തിനുള്ള പണി നിങ്ങൾ ആരംഭിക്കും. പുതിയ വസ്തു വാങ്ങിച്ച് ഗൃഹങ്ങൾ നിർമ്മിക്കാനുള്ള അവസരയോഗ്യമുള്ള സമയമാണ് നിങ്ങൾക്ക്. പണത്തിൻ്റെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകുന്ന സമയമാണിത്. മകയിരം, ചിത്തിര, അവിട്ടക്കാർക്ക് നിക്ഷേപം ഉണ്ടാകുകയും ആ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുന്നത് നല്ലതാണ്. ധനപരമായ ഒരു വരവിൻ്റെ ഒരു അനുകൂല സമയമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ ഇപ്പം ജോലി ഉണ്ടായിരുന്നവർക്ക് നഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. നഷ്ടപ്പെട്ടാലും പുതിയൊരു ജോലി പെട്ടെന്ന് തരപ്പെടാൻ നിങ്ങൾക്ക് അനുപയോഗ്യമാകുന്നത് കണ്ടുവരുന്നുണ്ട്. എല്ലാവർക്കും ജോലി നഷ്ടപ്പെടുമെന്നല്ല പറഞ്ഞത്, അതിൻ്റെ ഒരു ചാൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാനിവിടെ അർത്ഥമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ജോലിയുടെ അപ്പം അടുത്ത് തന്നെ ഒരു ജോലി പുതിയത് ലഭിക്കുകയും ചെയ്യും. അത് ഉയർന്ന നിലവാരത്തിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. നിരാശപ്പെടേണ്ട ആവശ്യം ഈ നക്ഷത്രക്കാർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉടൻ തന്നെ അതിലും നല്ല അനുകൂലമായ ഒരു നല്ല ജോലി ലഭിക്കുകയും നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ മാതാപിതാക്കൾക്ക് ഒരു രോഗാവസ്ഥയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഉറ്റമിത്രങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബത്തിലെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളവർക്കും ഒക്കെയും. അപ്പം അതിന് നിങ്ങൾക്ക് ലീവ് എടുത്ത് ചിലപ്പം അവരെ ശുശ്രൂഷിക്കാൻ ഇരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളെയോ കൂട്ടി ജോലി സ്ഥലത്തേക്ക് അവരെ മാറ്റി താമസിപ്പിക്കേണ്ടതായും നിങ്ങൾക്ക് അനുപയോഗ്യമായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീഴാതെ സൂക്ഷിക്കണം. വാഹനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ അല്ലെ പുറമെ എവിടെയെങ്കിലും തെന്നി വീഴാതെ, പെട്ടെന്ന് ഇങ്ങനെ തെന്നി സ്ലിപ്പായി വീഴുക അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ശ്രദ്ധയോടും ക്ഷമയോടും കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ശ്രദ്ധക്കുറവ് മൂലം നിങ്ങൾക്ക് പണനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും സാധ്യതയുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മെമ്മറി സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ലല്ലോ, ഓർമ്മശക്തി. അപ്പോൾ അങ്ങനെ പൈസ നഷ്ടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയും ക്ഷമയും നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു കാലമാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് വാഹനങ്ങളിൽ വളരെ സൂക്ഷിക്കണം. 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം. ഈശ്വരീയമായ ഭജനത്തോടു കൂടി തന്നെ നിങ്ങൾ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യേണ്ടതാണ്. സുബ്രഹ്മണ്യനെ കൂടുതലായും ഭജിച്ചുകൊണ്ട് വേണം നിങ്ങൾ
എല്ലാ കാര്യങ്ങൾക്കും ഒരു മുൻതൂക്കം കൊടുക്കുവാൻ. പിന്നെ മറ്റൊന്ന് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് സന്താനം ഇല്ലാതിരുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിന് സാധ്യതയുണ്ട്. നല്ല കുട്ടികൾ, നല്ല സന്താന സൗഭാഗ്യം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന് മനോവേദനയോട് ഇരുന്നവർക്ക് അതിനൊരു മാറ്റം ഈ വർഷം നിങ്ങൾക്ക് കണ്ടുവരുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വര ഭജനത്തോടെ നിങ്ങൾ ആ കാര്യങ്ങളെയൊക്കെ നേരിടുക. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ഒരു സമയമാണ്. സാമ്പത്തികം നല്ലോണം ഉയർന്നു വരും. സാമ്പത്തികം കിട്ടാനുള്ള സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് തുറക്കുന്നതാണ്, വഴി തുറക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ സമ്പത്ത് അധികം ചോർന്നൊലിച്ചു പോകാതെ അധിക ചിലവുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അധിക ചിലവുകളും വന്നു ചേരും. അപ്പോൾ അധിക ചിലവ് ചെന്ന് പെട്ടുപോകാതെ വളരെ സൂക്ഷ്മതയോടെ പണ ഇടപാടുകൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതേപോലെ ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ്. നാഡീരോഗങ്ങൾ അല്ലെങ്കിൽ ഈ നീർദോഷ രോഗങ്ങൾ, ഇതൊക്കെയും ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. ഓരോ ഇൻഫെക്ഷൻ ഡിസീസ് ഉണ്ടല്ലോ, നമുക്ക് ഓരോ പ്രതിരോധ ശക്തി കുറയുമ്പോൾ ശരീരത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവ്വം ഇരിക്കേണ്ടതാണ്. പിന്നെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ കളിയാടും. നല്ല സന്തോഷത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നല്ല നല്ല ഓരോ ആഘോഷങ്ങളിലും വിവാഹ മംഗള ആദ്യ കർമ്മങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരങ്ങളുണ്ടാകും. ഉറ്റവരോടും ഉടയവരോടും കൂടി സന്തോഷമായിട്ടിരിക്കുവാനും സന്തോഷമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും സന്തോഷത്തോടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം അവസരം ഉണ്ടാകുന്നതാണ്. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വിവാഹത്തിനും നല്ല സമയമാണ്. അപ്പം അതോടെ ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് അടുത്ത് പോയിട്ട് നിങ്ങൾ പൂജകളും പ്രാർത്ഥനകളും നടത്തുക. അതോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമിക്ക് നിങ്ങൾ 101 വെറ്റിലമാല കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ ഉത്തമമാണ്. ഈ വർഷത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് കുറച്ച് കഷ്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അസ്ഥിപരമായ വേദനകൾ അല്ലെങ്കിൽ കുറച്ച് അസുഖങ്ങളൊക്കെയും വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ പതുക്കെ പതുക്കെ പോകും തോറും, മാസങ്ങൾ നീങ്ങി പോകും തോറും അതിന് മാറ്റങ്ങൾ വന്നിട്ട് നല്ല സ്ഥിതിയിൽ തന്നെ ആകുന്നതാണ്. അവർക്ക് മനോവേദയ്ക്ക് ആവശ്യമില്ല. ആദ്യകാലത്തൊക്കെ നല്ലൊരു ഞെരുക്കം വന്ന് ദുഃഖങ്ങളൊക്കെ വരും. ഈ വർഷത്തിൻ്റെ വർഷാരംഭത്തിൽ അവസാനം വർഷം പോകുന്തോറും അങ്ങോട്ട് മാസങ്ങൾ മാറിപ്പോകുന്തോറും മാറ്റങ്ങൾ അവർക്ക് വരുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് പുനർനിർമ്മിച്ച് വീണ്ടെടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അപ്പം ആത്മവിശ്വാസം കൈവിടാതെ ആത്മധൈര്യത്തോടുകൂടി എന്ത് വന്നാലും ഞാൻ നേരിടും, എനിക്ക് നന്മ വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി നിങ്ങൾ മുന്നേറേണ്ടതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇടക്കാലങ്ങൾ വരുമ്പം ഒരു സമ്മർദ്ദത്തിലകപ്പെട്ട് സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ ഒരു ഞെരുക്കം അനുഭവപ്പെടാം. പിന്നീട് പതുക്കെ പതുക്കെ ഗ്രാജുവലി അങ്ങോട്ട് പോകുന്തോറും നിങ്ങൾക്ക് നല്ല മെച്ചമായ ഒരു സ്ഥിതി ആകുന്നതാണ്. അപ്പോൾ മകയിര നക്ഷത്രക്കാർക്ക് വർഷാരംഭം തൊട്ട് ഒരുവിധ നല്ല നിലയിൽ തന്നെയാണ് അവർ പോകുന്നത്. ഗുണദോഷ സമ്മിശ്രമായിരിക്കും അവരുടെ കാലം. കൂടുതലായിട്ടും ഗുണപ്രദമായ കാലമാണ്. ഭൂമി വാങ്ങിക്കുക, പുതിയ ഗൃഹം നിർമ്മിക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുക, പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുക, വിദേശയാത്ര, പുതിയ ബന്ധങ്ങൾ, പുതിയ വളർച്ചയ്ക്കുള്ള ആരംഭങ്ങൾ, ഇതൊക്കെ അവർക്ക് ഇൻ്റർവ്യൂ പരീക്ഷ, ഇതിലൊക്കെ അവർക്ക് വിജയങ്ങളും അനുകൂലമാണ്. അതേപോലെ മുടങ്ങിപ്പോയവർക്ക് വിവാഹവും മകയിരക്കാർക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം അവർക്ക് വളരെ ഗുണപ്രദമായ വർഷം തന്നെയാണ്. ഇത്രയുമാണ് നിങ്ങളുടെ ഈ മകയിരം ചിത്ര ഔട്ട നക്ഷത്രക്കാരെ പറ്റി എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. ഇത് കലികാലമാണ്. അപ്പം അതുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ വളരെ നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. അപ്പം ഈശ്വരീയമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാതെ ഒരു നല്ല ഈശ്വരീയമായ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തോടെ ഞാനെല്ലാം നേടും എന്നുള്ള വിശ്വാസം. നിരാശയും ദുഃഖങ്ങളൊക്കെ വരും, പക്ഷെ അപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് മനസ്സിന് നല്ല ബലം കൊടുത്തുകൊണ്ട് ഞാനത് നേടിയെടുക്കും എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുക. നമ്മുടെ പ്രപഞ്ചവും കൂടി നമ്മളോടൊപ്പം ചേരും. നമ്മുടെ പഞ്ചശക്തികൾ ചേർന്ന പ്രപഞ്ചവും കൂടി നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ ആഗ്രഹത്തിന് പൂർത്തീകരണം ഉണ്ടാകും. നിരാശ വരും, നിരാശ വന്നാൽ അതിനെ ആട്ടി ഓടിക്കുക, എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുക. അപ്പം എല്ലാവർക്കും ഒരു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം തിരുവാതിര ചോദിച്ചതയം നക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.